ഒടുവിൽ CPI തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. ഈ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ ധാരണയാക്കിയിരുന്നു. അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ രംഗത്തിറങ്ങുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെന്ന് മാത്രം. മാവേലിക്കരയിൽ CA അരുൺകുമാർ തന്നെ മത്സരിക്കും. ജില്ലാ കൗൺസിലിൻ്റെ എതിർപ്പ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തള്ളി. തൃശ്ശൂരിൽ VS സുനിൽകുമാറും വയനാട്ടിൽ ആനി രാജയും തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനുമാണ് അംഗം വെട്ടാനിറങ്ങുന്നത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിലെടുത്ത തീരുമാനം സംസ്ഥാന കൗൺസിൽ യോഗം അംഗീകരിക്കുകയാണ് ഉണ്ടായത്. മാവേലിക്കര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉൾപ്പെടെ 3 പേരുടെ സാധ്യതാ പട്ടിക CPI കൊല്ലം ജില്ലാ കൗൺസിൽ തയ്യാറാക്കിയിരുന്നു. CPI സംസ്ഥാന നേതൃത്വം പരിഗണിച്ച അഡ്വക്കേറ്റ് CA അരുൺകുമാറിനെ പരിഗണിക്കാതെയും ഉൾപ്പെടുത്താതെയുമായിരുന്നു കൊല്ലം ജില്ലാ കൗൺസിൽ യോഗം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പട്ടിക. എന്നാൽ ഈ പട്ടിക പൂർണ്ണമായും തള്ളിയാണ് അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. CA അരുൺകുമാർ CPI ആലപ്പുഴ ജില്ലാ കൗൺസിൽ അംഗമാണ്. AYF സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. മന്ത്രി P. പ്രസാദിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. പന്ന്യൻ രവീന്ദ്രൻ രണ്ടാമതാണ് തിരുവനന്തപുരത്ത് അംഗത്തിനിറങ്ങുന്നത്. സുനിൽകുമാർ നിയമസഭയിൽ വിജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ലോക്സഭയിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ആനി രാജയും ആദ്യമായിട്ടാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. സാഹചര്യങ്ങളൊക്കെ ഇതാണെങ്കിലും ഈ 4 സ്ഥാനാർത്ഥികളിൽ ആരൊക്കെ വിജയിക്കും, ആർക്കൊക്കെ വിജയ സാധ്യതയുണ്ടെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ പെട്ടെന്നൊരു മറുപടി പറയാൻ മടിക്കുമെങ്കിലും അല്പം ചിന്തിക്കുന്നവരും രാഷ്ട്രീയം അറിയാവുന്നവരും പറയും വട്ടപൂജ്യമെന്ന്. ഈ വട്ടപൂജ്യം ആദ്യമായിട്ടൊന്നുമല്ല. കഴിഞ്ഞ തവണയും CPIക്ക് കേരളത്തിൽ വട്ടപൂജ്യമായിരുന്നു. പന്ന്യൻ രവീന്ദ്രൻ മത്സരത്തിനില്ലെന്നും എന്നെ മത്സരിക്കാൻ വിളിക്കരുതെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണ്. അദ്ദേഹത്തെ നിർബന്ധപൂർവം വേഷം കെട്ടിച്ച് രംഗത്തിറക്കുക. ഒട്ടും മനസ്സോടെയല്ല സ്ഥാനാർത്ഥി കുപ്പായമിടുന്നത്. പോരാഞ്ഞ് കഴിഞ്ഞ 2 തവണയായി CPI സ്ഥാനാർത്ഥികൾ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട മണ്ഡലത്തിലാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. എതിർ സ്ഥാനാർത്ഥികളിൽ കോൺഗ്രസിൻ്റെ ശശി തരൂർ മാത്രമാണ് കളത്തിലിപ്പോഴുള്ളത്. BJP സ്ഥാനാർത്ഥി എത്തിയിട്ടില്ല. സംശുദ്ധ രാഷ്ട്രീയത്തിനുടമയായ പന്ന്യൻ രവീന്ദ്രനെ ഇങ്ങനെ വേഷം കെട്ടിച്ചത് ആരുടെ തീരുമാനമായാലും അല്പം കടന്നുപോയെന്നേ പറയാനുള്ളൂ. അവസാന കാലത്ത് അദ്ദേഹത്തെ ആക്ഷേപിക്കാനുള്ള രാഷ്ട്രീയ വിരോധം ആർക്കാണുള്ളത്? 3ാം സ്ഥാനത്ത് നിന്നും 1ാം സ്ഥാനത്തെത്തണം. അത് വലിയ കടമ്പയാണ്. എങ്ങനെയായി തീരുമോ എന്തോ. ഏതായാലും 2ാം സ്ഥാനത്തെങ്കിലും എത്തിയാൽ മതിയായിരുന്നു. മാവേലിക്കരയിൽ കോൺഗ്രസിൻ്റെ 2ാം നിര നേതാക്കളിൽ സീനിയറായ കൊടിക്കുന്നിൽ സുരേഷിനോടാണ് അരുൺകുമാർ ഏറ്റുമുട്ടുന്നത്. അതും കണ്ടറിയണം. തൃശ്ശൂരിൽ സുനിൽകുമാർ 2ാം സ്ഥാനത്തിന് വേണ്ടിയാണോ മത്സരിക്കുന്നത്? സുരേഷ് ഗോപി 2ാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലാണ് മത്സരം. പിന്നെ വയനാട്ടിൽ ആനി രാജയ്ക്ക് കെട്ടിവെച്ച കാശ് കിട്ടുമോ? രാഹുൽ ഗാന്ധി ദേശീയ നേതാവായതിനാൽ എതിർ സ്ഥാനാർത്ഥിയും ഒരു ദേശീയ നേതാവ് തന്നെ വേണം മത്സരിച്ച് തോക്കാൻ. കേരളത്തിൽ CPIക്ക് മത്സരിക്കാൻ കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളൊന്നും ഇല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക.